ക്രിസ്ത്യാനി ആരാധിക്കുന്ന ദൈവം ആരാണ്? അപ്പൊ അത് ബൈബിളിൽ ഉടനീളം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള 73 ഗ്രന്ഥങ്ങളിലൂടെ കടന്നുപോയാൽ നാം ആരാധിക്കുന്ന ദൈവത്തെ ബൈബിൾ അടയാളപ്പെടുത്തുന്നത് ഒരു പ്രധാനപ്പെട്ട വാക്ക് ഉപയോഗിച്ചിട്ടാണ്. ആ വാക്കാണ് ദൈവം പരിശുദ്ധൻ. ഇപ്പൊ നമ്മൾ ലത്തീൻ ക്രമത്തിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ചു. അതിനകത്ത് പുരോഹിതൻ എങ്ങനെ പ്രാർത്ഥിച്ചു? ദൈവമേ, അങ്ങ് പരമ പരിശുദ്ധനാണ്, സകല വിശുദ്ധിയുടെയും ഉറവിടവും അങ്ങ് തന്നെ ആകയാൽ അങ്ങയുടെ ആത്മാവിനാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. ദൈവമേ, അങ്ങ് പരമപരിശുദ്ധനാണ്. കുർബാനയ്ക്കിടയിൽ നമ്മൾ പ്രാർത്ഥിച്ചു, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങയുടെ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു, ഉന്നതങ്ങളിൽ ഓശാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഓശാന. അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചത് ദൈവം പരിശുദ്ധൻ. ലോർഡ്, യു ആർ ഹോളി ഇൻഡീഡ്, the fountain of all holiness, therefore send your Holy Spirit and make these things, these offerings holy. അപ്പോൾ നമ്മൾ ആരാധിക്കുന്ന ദൈവം പരിശുദ്ധനാണ്. ഇതാണ് ആദ്യമായി മനസ്സിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ട ദൈവബോധം. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കൂ, ഇപ്പൊ ഞാൻ ഡാനിയേലച്ചൻ, ഞാൻ ആരാധിക്കുന്ന ദൈവം പരിശുദ്ധനാണ് എന്ന ബോധ്യം എൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ഞാൻ എല്ലാ പാവവും ചെയ്തിട്ട് ഇവിടെ വന്ന് നിന്ന് കൂളായിട്ട് നിങ്ങളോട് ദൈവവചനം പ്രസംഗിക്കും. പിടികിട്ടുന്നോ? ഈ ദൈവം പരിശുദ്ധനാണ്, ഞാൻ ആരാധിക്കുന്ന, ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ദൈവം പരിശുദ്ധനാണെന്ന് എനിക്ക് ബോധ്യമില്ലെങ്കിൽ ഞാൻ കുമ്പസാരിക്കാതെയും പാപം ഏറ്റുപറയാതെയും അശുദ്ധിയിലും തിന്മയിലും വന്നു നിന്ന് ഒരു മനസാക്ഷി കുത്തുമില്ലാതെ ദൈവവചനം പ്രസംഗിക്കും. എന്നാൽ ഒരു ചെറിയ തെറ്റ് പോലും വന്നാൽ മനസ്സ് പെടയുകയും കുമ്പസാരിക്കാതെ ദൈവ ശുശ്രൂഷ ചെയ്യരുത് എന്ന് ചിന്തിക്കുകയും ചെയ്യാൻ ഒരു ദൈവവേലക്കാരനെ പ്രേരിപ്പിക്കുന്നത് അയാൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള അവബോധമാണ്. ഞാൻ ആരാധിക്കുന്ന ദൈവം പരിശുദ്ധനാണ്.